CP സംസ്ഥാന സമ്മേളനം സെപ്റ്റംബർ 10 മുതൽ 12 വരെ ആലപ്പുഴയിൽ നടക്കും. 39 ക്ഷണിതാക്കൾ ഉൾപ്പെടെ 528 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. ജനങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഈ സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടിയുള്ള ഒരു വലിയ ഒരുക്കം കാണാൻ കഴിയും. പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളും, മുഴുവൻ സഖാക്കളും, അനുഭാവികളും, കുടുംബങ്ങളുമെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നല്ല മൂല്യങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി ആവേശപൂർവ്വം രംഗത്തിറങ്ങിയ കാഴ്ചയാണ് എല്ലായിടത്തും കാണാനാകുന്നത്. ഇതിൻ്റെ ഏറ്റവും നല്ല പ്രതിഫലനമാണ് ആലപ്പുഴ ബീച്ചിൽ ആർക്കും കാണാനാകാം. എല്ലാ ദിവസവും 3 മണി മുതൽ അവിടുത്തെ ജനപ്രവാഹം വന്നതാർക്കും കാണാൻ കഴിയും. CPI സംസ്ഥാന സമ്മേളനം ഈ മാസം 10 മുതൽ 12 വരെ ആലപ്പുഴയിൽ നടക്കും. 39 ക്ഷണിതാക്കൾ ഉൾപ്പെടെ 528 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. സമ്മേളന നഗറിലേക്കുള്ള ദീപശിഖ പ്രയാണം ചൊവ്വാഴ്ച ആരംഭിക്കും. AYF സംസ്ഥാന പ്രസിഡന്റ് N അരുണാണ് ദീപശിഖ പ്രയാണം നയിക്കുക. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2-ന് വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ പ്രയാണം ആരംഭിക്കും. സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. ബുധനാഴ്ച രാവിലെ വലിയ ചുടുകാട്ടിൽ നിന്ന് പാർട്ടി ശതാബ്ദി ആഘോഷത്തെ സ്മരിച്ച് 100 വനിതാ അത്ലറ്റുകൾ ദീപശിഖ സമ്മേളന സ്ഥലമായ കളർകോട് SK കൺവെൻഷൻ സെന്ററിൽ എത്തിക്കും. CP സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ദീപശിഖ ഏറ്റുവാങ്ങും. തുടർന്ന് ദേശീയ ജനറൽ സെക്രട്ടറി D രാജ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ബുധനാഴ്ച വൈകിട്ട് 5-ന് നടക്കുന്ന സെമിനാർ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മതനിരപേക്ഷതയുടെയും ഫെഡറലിസത്തിൻ്റെയും ഭാവി എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ നടൻ പ്രകാശ് രാജ് ഉദ്ഘാടനം ചെയ്യും. സമാപന ദിവസമായ 12-ന് വൈകിട്ട് 3-ന് നാൽപ്പാലം കേന്ദ്രീകരിച്ച വോളണ്ടിയർ പരേഡ് ആരംഭിക്കും. 4:30-ന് ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന പൊതുസമ്മേളനം D രാജ ഉദ്ഘാടനം ചെയ്യും. ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല, ഒരു ആശയങ്ങളെ പറ്റി ഒരു ചർച്ച ഉണ്ടാകും. അതിനെല്ലാം വെളിച്ചത്തിൽ ഞങ്ങളൊരു വലിയ സെമിനാറിന് വേണ്ടി ചിന്തിക്കുന്നുണ്ട്. അത് പാർട്ടിയെ കൊണ്ട് കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളുടെ പാർട്ടിയുടെ വിശ്വാസ കൽപ്പങ്ങളിൽ ഒന്നാം സ്ഥാനങ്ങളായിരിക്കും. നവംബർ മാസം 1-ാം തീയതി ആകുമ്പോഴത്തേക്കും കേരളം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് അതിരാജ്യത്വം ഇല്ലാത്ത സ്റ്റേറ്റായി മാറാൻ പോവുകയാണ്. മഹത്തായ നേട്ടമാണ്. എല്ലാ രംഗത്തെയും കേരളത്തെ പുരോഗതി 57-ലെ സർക്കാരിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് ഇന്നും ഉണ്ടായിട്ടുള്ള എല്ലാ സർക്കാരിൻ്റെയും പ്രതിപക്ഷ ഗവൺമെൻറ്റുകളുടെയും ആ പാതയെ പിൻപറ്റി ഇപ്പോഴത്തെ ഗവൺമെൻറ് നടപ്പിലാക്കുന്ന എല്ലാ നയങ്ങളുടെയും ഫലമായി കേരളത്തിൻ്റെ എല്ലാ രംഗത്തും ആർക്കും വിശ്വസിക്കാനാകാത്ത വലിയ പുരോഗതിയുണ്ട്. ആ പുരോഗതിയാണ് ഇടതുപക്ഷം, വളർച്ചയാണ് ഇടതുപക്ഷം. ആരും വിശക്കാത്ത മണ്ണായി മാറി കേരളം. ഏറ്റവും അധികം പൊതു ജനപങ്കാളിത്തമുള്ള ഭക്ഷ്യവിതരണം, ആരോഗ്യ സംവിധാനം എല്ലാമുള്ള സ്റ്റേറ്റായി ഈ കേരളം ഇന്ന് ഇന്ത്യക്ക് വഴികാട്ടിയാണ്.